ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേയുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല വെള്ളയപ്പമായിരുന്നു. ചിലയിടത്ത് ഇതിനെ കള്ളപ്പം എന്നും പറയും. വെള്ളയപ്പവും കടലക്കറിയും പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി സോഫ്റ്റ് വെള്ളയപ്പമായിരുന്നു. പിന്നെ ചില ആൾക്കാർ ഇതിനകത്ത് കള്ളൊക്കെ ഒഴിച്ചും തേങ്ങാവെള്ളമൊക്കെ ഒഴിച്ചും ഒക്കെ ഇത് കള്ളപ്പമെന്നും പറയാറുണ്ട്. ഉച്ചയൊക്കെ ആയപ്പം ഈ ഒരു അവിയലും നല്ല ചൂട് കഞ്ഞിയാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിതുപോലെ അവിയൽ തന്നെ തിന്നാനും ഇഷ്ടമാണ്, ഇതുപോലെ ചൂട് കഞ്ഞിയുടെ കൂടെ കുടിക്കാനും ഇഷ്ടമാണ്. കാരണം പച്ചക്കറികളൊക്കെ ഒരുമാതിരി അകത്തോട്ട് പോകുന്നത് ഇതുപോലെ അവിയലൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ അവിയലൊക്കെ ഇട്ട് കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മാങ്ങയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കേശുക്കുട്ടനോട് ഞാൻ വീഡിയോ ഇട്ടിട്ടേ മോൻ എടുക്കാമെന്ന് പറഞ്ഞ് കേശുക്കുട്ടൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കൊച്ചു പിള്ളേരുടെ മുന്നിൽ എത്രത്തോളം നമുക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമല്ലേ. പിന്നെ ഒരു ക്രീം ബണ്ണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നൊന്നുമില്ല, വല്ലപ്പോഴും ചേട്ടൻ ഇതുപോലെ മധുരം ഉള്ളതൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ചേട്ടൻ ഈ മധുരം ഉള്ളതേ ഉള്ളൂ എന്ന്. പക്ഷേ ക്രീം ബണ്ണ് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. കാരണം ഇത് ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഗോതമ്പപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ട് 2 ഗോതമ്പ് ദോശയും പിന്നെ കടലക്കറിയും തന്നെയായിരുന്നു. രാവിലത്തെ സെയിം കടലക്കറി തന്നെയാണ്. അപ്പോൾ അത് രണ്ടുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിതുപോലെ ദോശ പോലെ പരത്തി ഗോതമ്പപ്പം കഴിക്കുന്നത് ഇഷ്ടമാണ്, അല്ലാതെ തേങ്ങ വെച്ചിട്ടൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് നല്ലൊരു കോംബോ ആണെന്ന് തോന്നി. ഇത് കേശുക്കുട്ടനും ഒരുപാട് ഇഷ്ടമാണ്. കേശുക്കുട്ടൻ 2 ദോശയൊക്കെ കഴിക്കും. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ